പ്രേക്ഷകർക്കേറെ പ്രിയങ്കരിയായ നടിയാണ് ലിജോ മോൾ. ഇതിനോടകം തന്നെ വളരെ വ്യത്യസ്തമായ വേഷങ്ങളിലൂടെ ലിജോ മോൾ അമ്പരപ്പിച്ചിട്ടുണ്ട്. സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് അപൂർവമായി ലിജോ മോൾ സംസാരിക്കാറുള്ളൂ. താൻ വിവാഹിതയാണെന്ന് പലർക്കും അറിയില്ലെന്നാണ് ലിജോ മോൾ പറയുന്നത്. ജീവിതത്തിൽ കടന്നു വന്ന പാതകളെക്കുറിച്ച് സംസാരിക്കുകയാണ് ലിജോ മോൾ ഇപ്പോൾ. നടിയുടെ കുട്ടിക്കാലത്ത് അച്ഛൻ മരിച്ചതാണ്. അമ്മ രണ്ടാമത് വിവാഹം ചെയ്തു. കുട്ടിക്കാലത്ത് ജീവിതത്തിലുണ്ടായ ഈ മാറ്റങ്ങളെക്കുറിച്ചാണ് ലിജോ മോൾ തൻ്റെ പുതിയ അഭിമുഖത്തിലൂടെ പറഞ്ഞത്. എനിക്ക് 1.5 വയസ്സുള്ളപ്പോൾ അച്ഛൻ മരിച്ചതാണ്. അമ്മ അന്ന് 3 മാസം ഗർഭിണിയായിരുന്നു. എൻ്റെ ലൈഫിൽ അച്ഛൻ എന്ന് പറയുന്ന ആൾ ഉണ്ടായിട്ടില്ല. 10 വയസ്സ് വരെ അങ്ങനെ തന്നെയാണ് പോയത്. പിന്നീടാണ് ഇച്ചാച്ചൻ വരുന്നത്. രണ്ടാനച്ഛൻ എന്ന് പറയാൻ താല്പര്യമില്ല. അനിയത്തിക്ക് അന്ന് 8 വയസ്സാണ്. അമ്മയുടെ രണ്ടാം വിവാഹം ഉൾക്കൊള്ളാൻ തനിക്ക് ആ സമയത്ത് ബുദ്ധിമുട്ടായിരുന്നെന്ന് ലിജോ മോൾ പറയുന്നു. അതിനു മുമ്പേ ഞാനും എൻ്റെ അമ്മയും തമ്മിൽ കുറച്ച് അകൽച്ചയുണ്ട്. ഞാൻ വല്യമ്മച്ചിയുടെ കൂടെയാണ് ഉറങ്ങിയിരുന്നത്. സ്കൂൾ വിട്ട് വന്നാൽ പഠിപ്പിക്കുന്നത് അമ്മയാണ്, പക്ഷേ ഉറങ്ങുന്നത് വല്യമ്മച്ചിയുടെ കൂടെയാണ്. ചാച്ചൻ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നപ്പോഴാണ് ഞങ്ങൾ ആ വീട്ടിൽ നിന്നും വരുന്നത്. അമ്മ ട്രാൻസ്ഫർ വാങ്ങി പുതിയൊരു സ്ഥലത്തേക്ക് വന്നു. അമ്മ രണ്ടാമത് വിവാഹം ചെയ്തതിൽ എൻ്റെ അച്ഛൻ്റെ കുടുംബത്തിൽ കുറേ പേർക്ക് പ്രശ്നങ്ങളുണ്ടായിരുന്നു. കസിൻസും ആൻറ്റിയും അങ്കിളും ഒന്നും മിണ്ടാറില്ല. വെക്കേഷൻ സമയത്ത് എവിടെയും പോകില്ല. അത്രയും കാലം ക്ലോസ് ആയിരുന്ന ചേട്ടായിമാരും ചേച്ചിമാരും മിണ്ടുന്നില്ല. ഞങ്ങൾ വീട്ടിൽ തന്നെ ആയിരിക്കും. വേറെ എവിടെയും പോകാനില്ല, വരാനില്ല. അതൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ കുറേ കാര്യങ്ങൾ കൊണ്ട് ആ മാറ്റം ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടായിരുന്നു. ടീനേജ് കാലത്ത് അമ്മയോട് എന്തെങ്കിലും പങ്കുവെക്കാൻ മടി തുടങ്ങി. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ചാച്ചൻ അറിയുമെന്ന ചിന്ത. അമ്മ തിരക്കിലായിരുന്നു. സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ ആഗ്രഹിച്ച രീതിയിൽ അമ്മ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അമ്മ ഞങ്ങളെ തിരിഞ്ഞു നോക്കിയില്ല എന്നല്ല, പക്ഷേ ഞാൻ ആഗ്രഹിച്ച രീതിയിലുള്ള സപ്പോർട്ട് കിട്ടിയിരുന്നില്ല. അമ്മ സ്നേഹം ഭയങ്കരമായി പ്രകടിപ്പിക്കുന്ന ആളല്ല. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ ഞങ്ങളുടെ ഇടയിൽ പറയാതെയുണ്ടായിട്ടുണ്ട്. ഈയടുത്ത് ഒരു സിനിമ ചെയ്തപ്പോഴാണ് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയത്. എൻ്റെ ജീവിതത്തിൽ അതുണ്ടായിട്ടില്ല. ഡിഗ്രിയൊക്കെ ആയപ്പോഴേക്കും അമ്മ എന്തുകൊണ്ട് രണ്ടാമത് വിവാഹം ചെയ്തു, എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് എന്നെല്ലാം മനസ്സിലാക്കി. ഇച്ചാച്ചനെയും അമ്മയും ഇപ്പോൾ മനസ്സിലാക്കാനാകുന്നു. അവർക്ക് വേറെ കുട്ടികൾ വേണ്ടെന്നവർ തീരുമാനിച്ചിരുന്നു. പക്ഷേ കൗമാരകാലത്ത് തനിക്കവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ലെന്നും ലിജോ മോൾ തുറന്നു പറഞ്ഞു. അച്ഛൻ്റെ മരണകാരണം പോലും ഇപ്പോഴും തനിക്ക് അറിയില്ലെന്നും അച്ഛനെക്കുറിച്ചുള്ള അമ്മയുടെ വെർഷൻ എന്താണെന്ന് തനിക്ക് അറിയില്ലെന്നും ലിജോ മോൾ പറയുന്നു. ഓപ്പൺ കമ്മ്യൂണിക്കേഷനെക്കുറിച്ച് പറഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ളത് അമ്മയ്ക്കും അങ്ങനെ ഒരു സ്പേസ് ഉണ്ടായിരിക്കില്ല എന്നാണ്. എൻ്റെ അച്ഛൻ എങ്ങനെ മരിച്ചു എന്നതിൽ എനിക്കൊരു ക്ലാരിറ്റി ഇല്ല. അടുത്തിടെ ഒരു സിനിമ ചെയ്ത സമയത്താണ് ഓപ്പൺ ടോക്കിൻ്റെ പ്രാധാന്യം എത്രത്തോളമാണെന്ന് മനസ്സിലാകുന്നത്. വീട്ടിൽ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടില്ല. ഒരുപക്ഷെ ഞാനും എൻ്റെ അനുജത്തിയും വളരെ ചെറിയ കുട്ടികളായിരുന്നത് കൊണ്ട്